ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഡിവോഷണൽ പാത്സ് ടു ദ ഡിവൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പല പല കോൺസെപ്റ്റ്സ് അല്ലെ ലൈഫിനെ പറ്റിയിട്ട് ഓരോ ആൾക്കാരും എങ്ങനെയാണ് നോക്കിക്കണ്ടുകൊണ്ടിരുന്നത് അല്ലെ, നമ്മുടെ പാസ്റ്റില് ഓരോ ആൾക്കാർ എങ്ങനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് സൂഫിസം വരെ പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂ റിലീജിയസ് ഡെവലപ്മെന്റ്സ് ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പുതിയ റിലീജിയസ് ബിലീഫിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, the period after the 13th century saw a new wave of the Bhakti movement in North India. അപ്പം 13th സെഞ്ചുറിക്ക് ശേഷം ഒരു പുതിയൊരു ഭക്തി മൂവ്മെന്റ് ആണ് നോർത്ത് ഇന്ത്യയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദിസ് വാസ് ഏജ് വെൻ ഇസ്ലാം, ബ്രാഹ്മണിക്കൽ, ഹിന്ദുയിസം, സൂഫിസം, various strands of bhakti and Natpanthas, Siddhas and yogis influence one another. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അല്ലെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സൂഫിസം, ഇസ്ലാം, ബ്രാഹ്മണിയാക്കൽ, ഹിന്ദുസം, ബാക്കി സിദ്ധാസ്, യോഗീസ്, ഇതെല്ലാം അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ കണക്ഷൻസ് ഉണ്ട്. We saw that new kingdoms were emerging and people were taking up new professions and finding new roles for themselves. അല്ലെ അവിടെ ആൾക്കാർ അല്ലെ പുതിയ പുതിയ സ്ഥലങ്ങൾ, പുതിയ പുതിയ കിങ്ഡംസ് എമേർജ് ചെയ്യാണ് അല്ലെ. എങ്ങനെയാണ് എമേർജ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അല്ലെ. ഒരുപാട് ആൾക്കാർ കൂടിച്ചേർന്ന് എന്താണ് അവരവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി അവിടെ ഒരു വലിയൊരു ഒരു താമസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെ, കൂടുതൽ ആൾക്കാർ ഗ്യാദർ ചെയ്യുന്ന സ്ഥലമായിട്ട് മാറുകയാണ്. അപ്പം അവിടെ ഓരോ ആൾക്കാരും ഓരോരോ പ്രൊഫഷനിലേക്ക് പോവാണ്. ലൈക്ക് ഓരോ ആൾക്കാരും ഓരോ ജോലിയും ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് ഓരോ സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. സോ സച്ച് പീപ്പിൾ, എസ്പെഷ്യലി ക്രാഫ്റ്റ് പേഴ്സൺസ്, പെസൻസ്, ട്രേഡേഴ്സ്, ലേബറേഴ്സ് അല്ലെ. അപ്പം ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വേറെ തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ thrown to listen to these new saints and spread their ideas. അപ്പം ഈ സെയിൻസ് പറയുന്ന ഐഡിയാസ് ഇവരൊക്കെ കേൾക്കും, എന്നിട്ട് ഇവർ ഈ ആശയങ്ങളൊക്കെ എന്ത് ചെയ്യും അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളും അങ്ങനെയല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വേറെ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും അല്ലെ. അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം ആക്ട്രസിൻ്റെ ഒക്കെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അങ്ങനെ പറഞ്ഞിട്ട് അത് ഇങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യില്ലേ. അതുപോലെ ഇവിടെയും ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, അടുത്തടുത്ത ആൾക്കാരുടെ അടുത്ത് ഈ ഒരു ആശയം ഇങ്ങനെ പാസ് ചെയ്ത് പോകും. Some of them like Kabir and Baba Guru Nanak rejected all orthodox religions. അപ്പം കബീറും ബാബ ഗുരുനാനാക്കും കേട്ടിട്ടുണ്ടോ? രണ്ടാൾക്കാരെ പേര് കബീറും ബാബ ഗുരുനാനാക്കും ഇത്തരം ഓർത്തഡോക്സ് റിലീജിയൻസിനെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. Others like Tulasidas and Surdas accepted existing beliefs and practices but wanted to make this accessible to all. അപ്പം അതിന് വിരുദ്ധമായിട്ട് തുളസീദാസ് എങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവര് എക്സിസ്റ്റിംഗ് ആയിട്ടല്ലേ നിലവിലുള്ള ബിലീഫ് ഒക്കെ അങ്ങനെ ഉണ്ടല്ലേ. ചില ആൾക്കാർക്ക് എന്തായിരിക്കും, ഇപ്പം വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഇപ്പം ഉള്ള സൊസൈറ്റിയിലെല്ലാം ശരിയാണ് എന്ന് വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ എന്ത് ചെയ്യും, അല്ല ഇങ്ങനെയൊന്നും അല്ല, ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആവണം, അല്ലെങ്കിൽ ഈ ഒരു ചിന്തയിലല്ല ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വേറൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും അല്ലെ. അങ്ങനെ പല ചിന്തകളും പലതിനും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുമുണ്ട് അല്ലെ. അങ്ങനെ ഓരോ ആൾക്കാരുടെ അത്തരം ചിന്തകളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത് അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും ആ ഒരു അൺടച്ചബിലിറ്റിയിലേക്ക് നിന്നേനെ. അപ്പം അൺടച്ചബിലിറ്റി ഒക്കെ മാറാൻ കാരണം എന്തുകൊണ്ടാണ്, പുതിയ പുതിയ ചിന്തകൾ വരുന്നത് കൊണ്ടാണ്. സോ Tulasidas accepted existing beliefs and practices but wanted to make these accessible to all. അല്ലെ, എല്ലാ ആൾക്കാർക്കും ഈ ഒരു ബിലീഫും കാര്യങ്ങളൊക്കെ ആക്സസിബിൾ ആയിരിക്കണം എന്നുള്ളതായിരുന്നു തുളസീദാസിന്റെ ആശയം. തുളസീദാസ് കൺവിൻസ്ഡ് ഓഫ് ഗോഡ് ഇൻ ദ ഫോം ഓഫ് രാമ. തുളസീദാസ് കൺസീവ്ഡ് ഗോഡ് ഏത് ഫോമിലാണ്, രാമ അല്ലെ. തുളസീദാസ് കോമ്പോസിഷൻ രാമചരിതമാനസ്. ഓക്കെ, രാമചരിത്മനാസ് റിട്ടൺ ഇൻ അവധി, ആ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇസ് ഇമ്പോർട്ടൻറ്റ് ബോത്ത് ആസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഹിസ് ഡിവോഷൻ ആൻഡ് ആസ് എ ലിറ്റററി വർക്ക്. അപ്പം തുളസീദാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഇനി സൂർദാസ് വാസ് ആൻ ആർഡന്റ് ഡിവോട്ടി ഓഫ് കൃഷ്ണ. മറ്റേയാള് രാമന്റെ ആയിരുന്നു, ഇദ്ദേഹം കൃഷ്ണന്റെ ആയിരുന്നു.
His composition compiled in the Surasaravali and Sahitya Lahari express his devotion. ഈ കമ്പൈലേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കണേ. സുരസരാവലി, സാഹിത്യ ലഹരി. Also contemporary was Shankaradeva of Assam, who emphasized the devotion to Vishnu. ആർക്കാണ്? വിഷ്ണുവിനാണ് ഡിവോഷൻ. and composed the poems and plays in Assamese. അസാമീസിലായിരുന്നു അദ്ദേഹം പോയംസ് ഒക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. He began the practice of setting up namkhas or houses of recitation and prayer, a practice that continues to date. This tradition also included saints like Dadu Dayal, Ravidas and Mirabai. Mirabai was a Rajput princess married into the royal family of Mewar in the 16th century. Mirabai became a disciple of Ravidas, a saint from a caste considered untouchable. അപ്പം മീരാഭായ് ഉണ്ട്, കുറേ ആൾക്കാർ അല്ലെ, സെയിൻസ് ലൈക്ക് ദാദു ദയാൽ, രവിദാസ്, മീരാഭായ്. അപ്പം മീരാഭായ് എന്ന് പറയുന്ന ഒരു നോബൽ ഫാമിലിയിലുള്ള അല്ലെ റോയൽ ഫാമിലിയിലുള്ള ആളെ മാരി ചെയ്തിട്ടുള്ള ഒരു പ്രിൻസസ് ആയിരുന്നു. പക്ഷെ അവരെന്തായിരുന്നു? ഡിസിപ്പിൾ ഓഫ് രവിദാസ് ആയിരുന്നു അല്ലെ. ഈ രവിദാസ് എന്ന് പറയുന്നത് ഫ്രം എ കാസ്റ്റ് കൺസിഡേർഡ് ആസ് അൺടച്ചബിൾ അല്ലെ. ഷീ വാസ് ഡിവോട്ടഡ് ടു കൃഷ്ണ. മീരാഭായ് ആർക്കായിരുന്നു? കൃഷ്ണനെ ആയിരുന്നു. ആൻഡ് കമ്പോസ്ഡ് innumerable bhajanas expressing her intense devotions. അപ്പൊ മീരാഭായ് എന്ത് ഫോം ചെയ്തു? ആ കൃഷ്ണനോടുള്ള ഇന്റൻസ് ആയിട്ടുള്ള ഡിവോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഭജനാസ് ഒക്കെ ഫോം ചെയ്തു. Her songs also openly challenged the norms of upper caste and became popular with the masses in Rajasthan and Gujarat. അപ്പം ഗുജറാത്ത്, രാജസ്ഥാൻ പ്രദേശങ്ങളിൽ ഈ മീരാഭായിയുടെ ഇത്തരം സോങ്സ് ഒക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. A unique feature of most of the saints is that their works were composed in regional languages and could be sung. അപ്പം അവരുടെ യുണീക്ക് ഫീച്ചർ അല്ലെ, മോസ്റ്റ് ഓഫ് ദ സെയിൻസിന്റെയും യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അവരത് കമ്പോസ് ചെയ്തിട്ടുള്ളത് അവരവരുടെ റീജിയണൽ ലാംഗ്വേജസിലായിരുന്നു. They became immensely popular and were handed down orally from generation to generation. എന്താ റീജിയണൽ ലാംഗ്വേജിൽ കമ്പോസ് ചെയ്താലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ് അല്ലെ? എല്ലാ ആൾക്കാർക്കും ഒരുപോലെ അത് ആക്സസിബിൾ ആയിരിക്കും അല്ലെ. എല്ലാ ആൾക്കാർക്കും അത് വായിച്ചാൽ മനസ്സിലാവും അല്ലെ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു പുസ്തകം മലയാളികൾക്ക് ആർക്ക് വായിച്ചാലും മനസ്സിലാവുന്നില്ലേ? അതേ സ്ഥാനത്ത് കന്നഡയിലുള്ള സാധനമാണ് നമ്മൾ വായിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവണമെന്നില്ല അല്ലെ. സോ ആ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ they become immensely popular and were handed down orally from generation to generation. Okay? Usually the poorest, most deprived communities and women transmitted these songs, often adding their own experiences. അല്ലെ. അപ്പം അതിനകത്ത് വിമൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഈ ഒരു സോങ്സ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ആ സോങ്സിൻ്റെ അകത്ത് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോയി. Thus the songs as we have them today are as much a creation of the saints as of generation of people who sang them. They have become a part of living popular culture. അത് ഒരു ലിവിങ് പോപ്പുലർ കൾച്ചറിൻ്റെ ഒരു പാർട്ടായിരുന്നു. സോ ഇനി നമ്മൾ കബീറിന്റെ ഒരു ക്ലോസർ ലുക്ക് ആണ് നോക്കുന്നത്. എ ക്ലോസർ ലുക്ക് കബീർ. സോ കബീർ, who probably lived in the 15th, 16th centuries, was one of the most influential saints. He was brought up in a family of Muslim julahas or weavers settled in or near the city of Banaras. എന്താ പറഞ്ഞിട്ടുള്ളത്? കബീർ എന്ന് പറയുന്നത് 15th, 16th സെഞ്ച്വറിയിൽ ജീവിച്ചിരിക്കപ്പെട്ട ഒരാളായിരിക്കണം. ആൻഡ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സെയിൻസ് ആയിരുന്നു. എവിടെയാണ്? മുസ്ലിം ജുലാഹാസ് ഫാമിലി അല്ലെങ്കിൽ വീവേഴ്സിന്റെ അല്ലെ നെയ്ത്തുകാരുടെ ഫാമിലിയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ബനാറസ് സിറ്റീസ് അല്ലെ, വാരണാസിക്ക് അടുത്തുള്ള സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. We have little reliable information about his life. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തെ പറ്റിയിട്ട് ലിറ്റിൽ റിലയബിൾ ഇൻഫർമേഷൻസ് ആണ് നമുക്ക്
അവൈലബിൾ ആയിട്ടുള്ളൂ. We get to know of his ideas from a vast collection of verses called Shakis and Pads, said to have been composed by him and sung by wandering bhajan singers. അല്ലെ, അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട് ആൻഡ് സങ് ബൈ വാണ്ടറിങ് ഭജൻ സിംഗേഴ്സ്, അല്ലെ, വാണ്ടർ ചെയ്യുന്ന ഭജൻ സിംഗേഴ്സ് ഒക്കെ പാടിയിട്ടുള്ള ഒരു കേട്ട് അറിവാണ് നമുക്ക് ഉള്ളത്. Some of these were later collected and preserved. അല്ലെ, പാടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത്, കുറച്ച് ലേറ്റർ ആയ സമയത്ത് കുറച്ചതൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളത് പ്രിസർവ് ചെയ്തിട്ടുള്ള ആര്, എവിടെ, ഗുരു ഗ്രന്ഥ സാഹിബ്, പാഞ്ച്വാനി ആൻഡ് ബീച്ചക്. Okay. Kabir's teachings were based on a complete, indeed vehement rejection of the major religious traditions. അപ്പം കബീർ rejection of the major religious traditions, അല്ലെ, മതത്തിന്റെ ആ ഒരു ട്രഡീഷന്റെ ഒരു rejection ആയിരുന്നു നമുക്ക് അവിടെ കാണാൻ പറ്റുക. His teaching openly ridiculed all forms of external worship of both Brahmanical Hinduism and Islam. അപ്പോൾ ഹിന്ദുസം ആണല്ലേ, ബ്രാഹ്മൺ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഹിന്ദുസം, അതുപോലെ തന്നെ ഇസ്ലാമിസം, and the preeminence of the priestly classes and the caste system. അപ്പം ഇതിനൊക്കെയുള്ള ഒരു മറുപടി ആയിരുന്നു കബീറിന്റെ ടീച്ചിങ്സ് എന്ന് പറയുന്നത്. The language of his poetry was a form of spoken Hindi widely understood by ordinary people. അപ്പം കബീറിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പോക്കൺ ഹിന്ദി ലാംഗ്വേജ്, അല്ലെ, അപ്പം അത് കൂടുതൽ ആൾക്കാരും ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരാണ്, അല്ലെ, അവർക്കത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആശയങ്ങളും കൂടിയായിരുന്നു അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. He also sometimes used cryptic language which is difficult to follow. ചില സമയത്ത്, മോസ്റ്റ് ഓഫ് ദ ടൈം അദ്ദേഹം ഹിന്ദി സ്പോക്കൺ ലാംഗ്വേജ് യൂസ് ചെയ്തെങ്കിലും ചിലപ്പം ക്രിപ്റ്റിക് ലാംഗ്വേജസ് which is difficult to follow also he have been used. So Kabir believed in a formless supreme God, അല്ലെ, കബീർ ഫോംലെസ് ആയിട്ടുള്ള ഒരു സുപ്രീം ഗോഡിൽ വിശ്വസിച്ചു and preached that the only path to salvation was through bhakti or devotion. അല്ലെ, മോക്ഷം കിട്ടാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഭക്തി അല്ലെങ്കിൽ ഡിവോഷൻ ആണ്. അതാണ് അദ്ദേഹം ഫോംലെസ് ആയിട്ടുള്ള സുപ്രീം ഗോഡിലായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. കബീർ drew his followers from among both Hindus and Muslims. അപ്പം അദ്ദേഹത്തിന്റെ അതല്ലേ ബ്രാഹ്മണിയക്കൽ ഹിന്ദുസത്തിന്റെയും ഇസ്ലാമിന്റെയും ഒരു എഗെയിൻസ്റ്റ്, അല്ലെ, പക്ഷെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് എന്തായിരുന്നു, drew his followers from among both Hindus and Muslims, അല്ലെ, ഹിന്ദു മുസ്ലിം ഫോളോവേഴ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അത്രയാണ് നമുക്ക് കബീറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട്, അല്ലെ, നമുക്ക് അത്രയും ഡീറ്റെയിൽസ് ഒന്നും റിലയബിൾ ആയിട്ടുള്ളത് അവൈലബിൾ അല്ല. 15th 16th സെഞ്ചുറിയിലാണ് അദ്ദേഹത്തിന്റെ പഡ്സിൽ നിന്നാണ് അത്, അല്ലെ, കുറെ ഉത്തരങ്ങളൊക്കെ കിട്ടുന്നത്, അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ കിട്ടുന്നത്. മെജോറിറ്റി ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആൻഡ് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിൽ ബോത്ത് ഇസ്ലാം ആൻഡ് ഹിന്ദുസ് ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എ ക്ലോസർ ലുക്ക് ഓഫ് ബാബ ഗുരു നാനക്. ഓക്കെ, എ ക്ലോസർ ലുക്ക് ബാബ ഗുരു നാനക്. Born at Talwandi, that is Nankana Sahib in Pakistan, he travelled widely before establishing a center at Kartarpur. Okay, a regular worship that consisted of the singing of his own hymns was established there for his followers. അപ്പം ബാബ ഗുരു നാനാക്ക് എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? താൽവന്തി എന്ന് പറയുന്ന സ്ഥലത്താണ്, അല്ലെ, പാകിസ്ഥാനിലുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് എ റെഗുലർ വർഷിപ്പ് ദാറ്റ് കൺസിസ്റ്റഡ് ഓഫ് ദി സിംഗിങ് ഓഫ് ഹിസ് ഓൺ ഹൈംസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് there for his followers. Irrespective of their former creed, caste or gender, his followers ate together in a common kitchen. അപ്പം എന്താണ്, അന്ന് വരെ കാസ്റ്റ് സിസ്റ്റം ഒക്കെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് അവരുടെ ജാതി നോക്കാതെ ജെൻഡർ നോക്കാതെ, അല്ലെ, അവരൊരു കോമൺ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The sacred space thus created by Baba Guru Nanak was known as Dharmashal. Okay, ധാംശാൽ.
അപ്പം അദ്ദേഹത്തിന്റെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സാക്രഡ് സ്പേസ് ആണ് ദാറ്റ് ഈസ് ധർമ്മശാൽ. ഓക്കെ, ഇറ്റ് ഈസ് നൗ നോൺ ആസ് ഗുരുദ്വാര. എന്താ പറയുന്നത്? ഇപ്പൊ പറയണ പേരെന്താണ്? ഇപ്പൊ അറിയപ്പെടുന്ന പേരാണ് ദാറ്റ് ഈസ് ഗുരുദ്വാര. ബിഫോർ ഹിസ് ഡെത്ത് ഇൻ 1539, Baba Guru Nanak appointed one of his followers as his successor. അപ്പം അദ്ദേഹത്തിന്റെ ഡെത്ത് 1539 അതിനു മുമ്പ് തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ ഒരു ഫോളോവേഴ്സിനെ അദ്ദേഹത്തിന്റെ സക്സസർ ആയിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഹിസ് നെയിം വാസ് ലെഹ്ന. എന്തായിരുന്നു പേര്? ലെഹ്ന എന്നായിരുന്നു. ബട്ട് ഹി കെയിം ടു ബി നോൺ ആസ് ഗുരു അങ്കദ്. അല്ലെ, ഗുരു നാനാക്കിന്റെ സക്സസർ ആയിട്ട് വന്നിട്ടുള്ള ആളെ പേരെന്താണ്? ഗുരു അങ്കദ് എന്നായിരുന്നു. സിഗ്നിഫൈങ് ദാറ്റ് ഹി വാസ് എ പാർട്ട് ഓഫ് ബാബ ഗുരു നാനാക്ക് ഹിംസെൽഫ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാബ ഗുരു നാനാക്കിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഗുരു അങ്കദ് എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. Guru Angad compiled the compositions of Baba Guru Nanak, to which he added his own in a new script known as Gurmukhi. എന്താണ്? ഗുരു നാനാക്കിന്റെയും മോസ്റ്റ് ഓഫ് ദി ഗുരു നാനാക്കിന്റെ ഐഡിയാസും അതിന്റെ കൂടെ ഗുരു അങ്കദിന്റെ ഐഡിയാസും കൂടെ ചേർത്തിട്ട് ഗുരു അങ്കദ് കമ്പൈൽ ചെയ്തിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റ് ആണ് ദാറ്റ് ഈസ് ഗുർമുഖി. ഓക്കെ, the three successors of Guru Angad also wrote under the name of Nanak. ഗുരു അങ്കദിന്റെയും 3 സക്സസേഴ്സ് ഉണ്ടായിരുന്നു. അവരും ഗുരു നാനാക്ക്, അല്ലെ, ഗുരു അങ്കദിന്റെ ഗുരുവാണ് ഗുരു നാനാക്ക്. അവരും all of their compositions were compiled by Guru Arjan in 1604. ഈ കമ്പൈലേഷൻ, അല്ലെ, നാനാക്ക് എന്ന് പറയുന്ന പേരിലുള്ള ഈ 3 സക്സസേഴ്സിന്റെയും സ്ക്രിപ്റ്റ്സ് കമ്പൈലേഷൻ നടത്തിയത് ആരായിരുന്നു? ഗുരു ആർജൻ in 1604. To this compilation were added the writings of other figures like Sheikh Farid, Sant Kabir, Bhagat Namdev and Guru Tegh Bahadur. In 1706, this compilation was authenticated by Guru Tegh Bahadur's son and successor Guru Gobind Singh. It is now known as Guru Granth Sahib, the holy scripture of the Sikhs. അപ്പം ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന് പറയുന്നത് സിഖിന്റെ ഹോളി സ്ക്രിപ്ചർ ആണ്. ഓക്കെ, സോ കമ്പൈലേഷൻ്റെ അകത്ത് റൈറ്റിംഗ്സ് ഓഫ് അതർ ഫിഗേഴ്സ് ലൈക്ക് ഷെയ്ഖ് ഫൈദിന്റെയും സാൻ ഖബീറിന്റെയും ഭഗത് നാംദേവിന്റെയും ഗുരു തേഗ് ബഹദൂറിന്റെ ഒക്കെ കമ്പൈലേഷൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. 1706 ഈ കമ്പൈലേഷൻ ഓതന്റിക്കേറ്റഡ് ബൈ ഗുരു തേഗ് ബഹദൂർ സൺ ആൻഡ് സക്സസർ ആയിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ്. ആ പുസ്തകമാണ് എന്ത്? ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന് പറയുന്നത് ഇസ് ദ ഹോളി സ്ക്രിപ്ചർ ഓഫ് ദി സിഖ്. സിഖിന്റെ ഹോളി സ്ക്രിപ്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു കമ്പൈലേഷൻ ആണ്. The number of Baba Guru Nanak followers increased through the 16th century under his successors. അല്ലെ, അപ്പം ഗുരു നാനാക്ക് ആയിരുന്നു, ബാബ ഗുരു നാനാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സക്സസർ ആയിട്ട് ഗുരു അങ്കദ്, അങ്ങനെ സക്സസേഴ്സ് വരുന്നതിനനുസരിച്ച് ഗുരു നാനാക്കിന്റെ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അതിനനുസരിച്ച് കൂടുന്നുണ്ടായിരുന്നു. They belong to a number of castes, but traders, agriculturists, artisans and craftsmen predominated. അപ്പം അവര് ഇന്ന് ഒരു പെർട്ടിക്കുലർ മതത്തിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കാസ്റ്റിൽ മാത്രമുള്ള ആൾക്കാരായിരുന്നില്ല. അല്ലെ, കാസ്റ്റ് എന്ന് പറയുന്നത് ജോലിയുടെ പേരിലുള്ള ഒരു ഡിവിഷനാണ്. അല്ലെ, ജോലി ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിവിഷനാണ് കാസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത്. സോ എന്നിരുന്നാൽ പോലും അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് കാസ്റ്റിലുള്ള ആൾക്കാരാണ്? ട്രേഡിംഗ് നടത്തുന്ന ആൾക്കാർ, അഗ്രികൾച്ചറിസ്റ്റ്, ആർട്ടിഷൻസും ക്രാഫ്റ്റ്മാനും. ഇവരായിരുന്നു ഗുരു നാനാക്കിന്റെ ഫോളോവേഴ്സിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. This may have something to do with Baba Guru Nanak's insistence that his followers must be householders and should adopt productive and useful occupations. എന്തുകൊണ്ടാണ്
ബാബ ഗുരു നാനാക്കിന്റെ ഇൻസിസ്റ്റൻസുമായിട്ട് ഹിസ് ഫോളോവേഴ്സ് മസ്റ്റ് ബി ഹൗസ് ഹോൾഡേഴ്സ് ആൻഡ് ഷുഡ് അഡോപ്റ്റ് പ്രൊഡക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ occupations. They were also expected to contribute to the general funds of the community of followers. അവരെന്ത് ചെയ്യണം? They were expected to contribute to the general funds of the community. അല്ലെ, കമ്മ്യൂണിറ്റിയിലേക്കുള്ള ജനറൽ ഫണ്ട്സിലും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. Okay, by the beginning of the 17th century, the town of Ramdaspur, അത് ഇന്നത്തെ അമൃത്സർ ആണ് കേട്ടോ, had developed around the central Gurudwara called Hamnandar Sahib, Golden Temple എന്നാണ് അത് അറിയപ്പെടുന്നത്. So, beginning of the 17th century, the town of Ramdaspur developed around the central Gurudwara. അല്ലെ, അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെ ഇന്നത്തെ ഗോൾഡൻ ടെമ്പിൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് ഹർമന്ദർ സാഹിബ്. It was virtually self-governing, and modern historians refers to the early 17th century Sikh community as a state within a state. A state within the state. The Mughal emperor Jahangir looked upon them as a potential threat, and he ordered the execution of Guru Arjan in 1606. സോ അതാണ് അവിടെ നടന്നിട്ടുള്ളത്. സോ സെൽഫ് ഗവേണിംഗ് ആയിട്ടുള്ള മോഡേൺ ഹിസ്റ്റോറിയൻസ് റെഫർ ടു ഏർലി 17th century സിഖ് കമ്മ്യൂണിറ്റി ആസ് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്. അല്ലെ, ഒരു സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദ മുഗൾ എംപറർ ജഹാംഗീർ അതിനെ ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റ് ആയിട്ട് കണ്ടിട്ട് എന്ത് ചെയ്തു? ഗുരു അർജനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുകയാണ് 1606. The Sikh movement began to politicize in the 17th century. അപ്പൊ അവിടെ ഒരു അല്ലെ അതിൽ ഒരു ഒപ്പീനിയൻ ഡിഫറൻസസ് വരുന്നുണ്ട് അല്ലെ. സോ അവിടെ ഒരു പൊളിറ്റിക്സ് വരാണ്, സിഖ് മൂവ്മെന്റിനെ പൊളിറ്റിസൈസ് ചെയ്യാണ്. ഇൻ ദ 17th century, a development which culminated in the institution of the Khalsa by Guru Gobind Singh in 1699. The community of the Sikhs, called the Khalsa Panth, became a political entity. അങ്ങനെ സിഖ് കമ്മ്യൂണിറ്റി പിന്നീട് ഖൽസ പാന്ത് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഒരു പൊളിറ്റിക്കൽ എൻറ്റൈറ്റി എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. The changing historical situation during the 16th and 17th centuries influenced the development of the Sikh movement. The ideas of Baba Guru Nanak had a huge impact on this development from the very beginning. അപ്പം ബാബ ഗുരു നാനാക്കിന്റെ ഐഡിയോളജീസ് എങ്ങനെയാണ് അല്ലെ വീണ്ടും ലാസ്റ്റ് എത്തി നിൽക്കുന്നത് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. He emphasized the importance of the worship of one God. He insisted that caste, creed or gender was irrelevant for attaining liberation. എന്തൊക്കെയായിരുന്നു ആശയങ്ങള്? വൺ ഗോഡിനെ വർഷിപ്പ് ചെയ്യണം അല്ലെ, നമുക്ക് ലിബറേഷന് വേണ്ടിയിട്ട് എന്താണ് ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല അല്ലെ, ഒരാളുടെ കാസ്റ്റോ ക്രീഡോ ജെൻഡറോ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഹിസ് idea of liberation was not that of a state of inert bliss, but rather the pursuit of active life with a strong sense of social commitment. He himself used the terms Nam, Dan and Isnan for the essence of his teaching, which actually meant right worship, welfare of others and purity of conduct. അപ്പം അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ടേംസ് നാം, ദാൻ, ഇസ്നാൻ എന്നൊക്കെ പറയുന്ന വേർഡുകളായിരുന്നു. ആ വേർഡിന്റെ മീനിങ് എന്തൊക്കെയായിരുന്നു? ദാറ്റ് മീൻ റൈറ്റ് വർഷിപ്പ് അല്ലെ, ശരിയായ രീതിയിലുള്ള വർഷിപ്പ് അല്ലെ, വൺ ഗോഡിനെ ആയിരുന്നു എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെൽഫെയർ ഓഫ് അതേഴ്സ് അല്ലെ, ബാക്കിയുള്ള ആൾക്കാരുടെ വെൽഫെയറും കൂടി കൺസിഡർ ചെയ്യണം. ആൻഡ് പ്യൂരിറ്റി ഓഫ് കോണ്ടാക്ട് അല്ലെ, നമ്മുടെ സ്വഭാവത്തിലൊരു പ്യൂരിറ്റി കാണിക്കണം എന്നുള്ള തരത്തിലുള്ള ടേംസ് അല്ലെ, നാം, ദാൻ ആൻഡ് ഇസ്നാൻ എന്ന് പറയുന്ന വേർഡുകളായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. His teachings are now remembered as Nam Japna, Kirth Karna and Van Chakna.
which also underline the importance of right belief and worship, honest living and helping others. അല്ലെ, അപ്പം അദ്ദേഹത്തിന് എന്തൊക്കെ വേർഡുകളാണ് നമ്മൾ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്? നാം ജപ്ന, കീർത്ത് കർണ ആൻഡ് വന്ത് ചാക്ന, which also underline the importance of right belief, അല്ലെ, worship, honest ആയിട്ട് live ചെയ്യുക ആൻഡ് ബാക്കിയുള്ള ആൾക്കാരെ സഹായിക്കുക. Thus, Baba Guru Nanak's idea of equality had social and political implications. കണ്ടൂല്ലേ നമ്മൾ പൊളിറ്റിക്കൽ എത്തിക്കിൽ നിന്ന് മാറിയത്, അതൊരു പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷനും കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. This might partly explain the difference between the history of the followers of Baba Guru Nanak and the history of followers of the other religious figures of the medieval centuries like Kabir, Ravidas and Dadu, whose ideas were very similar to those of Baba Guru Nanak. So, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞതെന്ന് ഒന്ന് ഓർത്തു നോക്കിയാലോ? നമ്മൾ ന്യൂ റിലീജിയസ് ഫോംസ് ഇൻ മൂവ്മെന്റ് ഇൻ നോർത്ത് ഇന്ത്യ ആയിരുന്നു പഠിച്ചത്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കിയിട്ട് കുറേ ആൾക്കാരല്ലേ, കുറേ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് അല്ലെ, മീരാബായിൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കബീറിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എങ്ങനെയാണ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പഠിച്ചു. അതിനുശേഷം ബാബാ ഗുരു നാനാക്ക് അല്ലെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാബാ ഗുരു നാനാക്കിനെ പറ്റിയിട്ട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ സക്സസേഴ്സ്, ഏതൊക്കെ പുസ്തകങ്ങളാണ് അല്ലെ, ഏതൊക്കെ കമ്പൈലേഷൻസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ നോക്കി. അദ്ദേഹത്തിന്റെ ആശയം പിന്നീട് സിഖ് മൂവ്മെന്റ് അല്ലെ, ഒരു പൊളിറ്റിസൈസ്ഡ് ആശയമായിട്ട് മാറിയത് എങ്ങനെ, അല്ലെങ്കിൽ ജഹാംഗീർ എങ്ങനെയാണ് അല്ലെ, മുഗൾ എംപറർ എങ്ങനെയാണ് അതിനെ ആ ഒരു അല്ലെ ഗോൾഡൻ ടെമ്പിളിന്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക്കലി എന്തായിരുന്നു? ഡിവോഷൻസിനെ പറ്റിയിട്ട് അല്ലെ, പല തരത്തിലുള്ള ഫിലോസഫി ആയിക്കോട്ടെ, പല ആളുകളുടെ ആശയങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പം ഓരോ ആൾക്കാരുടെയും കാഴ്ചപ്പാടാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊന്നും നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. നമുക്ക് അവരുടെ ആശയങ്ങൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഏതാശയം ശരി തെറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി അവർ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. സോ നന്നായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.